നമസ്കാരം. പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് പല വെല്ലുവിളികളും ഉണ്ടാകുന്നുണ്ട്. നമ്മളതിനെ സധൈര്യം നേരിടുന്നുമുണ്ട്. ഇപ്പോൾ ആരോഗ്യകരമായ ഒരു വെല്ലുവിളി, അത് അങ്ങനെ തന്നെ പറയാനും കൃത്യമായ കാരണമുണ്ട്. അത് നമ്മൾ സധൈര്യം നേരിടുകയാണ്. ഒരു രംഗത്ത് പാകിസ്ഥാൻ കൂടി നമുക്കൊരു എതിരാളിയായിട്ട് വരികയാണ്. അത് ബഹിരാകാശ രംഗത്താണ്. ഇതിൻ്റെ ഇങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ഒരു വാർത്ത വരികയാണ്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ അവരുടെ ആദ്യ ചാന്ദ്ര ദൗത്യത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ ചൈനയുടെ സാങ്കേതിക സഹായത്തോടെ 2035 സ്വന്തമായൊരു ബഹിരാകാശ പേടകം ചന്ദ്രനിൽ ഇറക്കാനും പാകിസ്ഥാൻ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ വന്ന വാർത്ത ഇതല്ല. 2029 ചൈനയുടെ ചാങ് ഇ 8 എന്ന ഒരു ചാന്ദ്ര ദൗത്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പാകിസ്ഥാൻ നിർമ്മിച്ച ജിന്ന 1 എന്നൊരു റോവർ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് അയക്കാനായിട്ടാണ് പാകിസ്ഥാൻ പദ്ധതിയിടുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി റെക്കോർഡ് സൃഷ്ടിച്ച രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ രംഗത്തേക്ക് പാകിസ്ഥാനും കടന്നു വരുമ്പോൾ അത് ഒരു ആരോഗ്യകരമായ മത്സരമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം, ഇതുമായി ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ്റെ ബഹിരാകാശ ഏജൻസിയായ സുപാർക്കോയിൽ അവരുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വന്നൊരു കമൻ്റാണ്. കാരണം നിങ്ങളുടെ രാജ്യം ഭീകരവാദവും അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിനും സാങ്കേതികതയ്ക്കും ബഹിരാകാശ വിജ്ഞാനത്തിനുമൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഈ കാര്യത്തിൽ എല്ലാവിധ പിന്തുണയും ആശംസകളും ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഞാൻ അർപ്പിക്കുന്നു എന്നൊരു ഇന്ത്യക്കാരൻ നടത്തിയ ഒരു കമൻറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഒരു ആരോഗ്യകരമായ മത്സരം എന്ന് പറയുന്നത്. കാരണം പാകിസ്ഥാനെക്കുറിച്ചുള്ള പൊതുചിത്രം ഭീകരവാദത്തിൻ്റെതാണ്, അല്ലെങ്കിൽ അത്തരം കുൽസിത പ്രവർത്തനങ്ങളുടെ പേരിലാണ്. അങ്ങനെയുള്ളൊരു രാജ്യം ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് ചുവട് മാറ്റുന്നു എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധി തോന്നുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും പാകിസ്ഥാൻ്റെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ സുപാർക്കോ ഈ ദൗത്യത്തിന് ഏറ്റെടുത്ത് പ്രവർത്തനം വന്നിട്ടുണ്ട്. അവർ ഇതിന് ഈ ജിന്ന 1 എന്ന പേര് കിട്ടാൻ വേണ്ടിയിട്ട് രാജ്യവ്യാപകമായി ഒരു മത്സരം തന്നെ നടത്തി. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജിന്ന 1. കാരണം അവരുടെ രാഷ്ട്രപിതാവ് ജിന്നയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ജിന്ന 1 എന്ന പേര് വന്നത്. അപ്പോൾ ഈ പേടകത്തിന് ഏകദേശം 35 കിലോഗ്രാം ഭാരം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ മണ്ണ്, അന്തരീക്ഷ പ്ലാസ്മ, വികിരണങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഉപരിതലത്തിൻ്റെ മാപ്പിംഗ് നടത്താനും ഇവർ പദ്ധതി ഇടുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, ഈ പാകിസ്ഥാൻ ഈ റോവർ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവിടെ ഇറക്കാനുള്ള സാധനം മാത്രമേ പാകിസ്ഥാൻ്റെ കയ്യിലുള്ളൂ. ഈ സംഗതി ചന്ദ്രനിലേക്ക് എത്താൻ വേണ്ട റോക്കറ്റും അവിടെ സുരക്ഷിതമായി ഇതിനെ ലാൻഡ് ചെയ്യിക്കാൻ വേണ്ട ലാൻഡറും അത് ചൈന കൊടുക്കണം. അപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ റോവറിൻ്റെ പ്രവർത്തനമൊക്കെ പാകിസ്ഥാൻ്റെ ശാസ്ത്രജ്ഞന്മാർ നോക്കിക്കൊള്ളും എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ചന്ദ്രയാൻ 1, 2, 3 ദൗത്യങ്ങൾ പൂർണ്ണമായും ISRO സ്വന്തം സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത റോക്കറ്റും ലാൻഡറും ഉപയോഗിച്ചാണ് നടത്തിയതെങ്കിൽ പാകിസ്ഥാൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടും ചൈനയെ ആശ്രയിച്ചാണ്. അവർ ഈ പറയുന്ന ആ ഒരു പേടകം മാത്രം സജ്ജീകരിക്കുന്നു, ബാക്കി എല്ലാ പണിയും എടുക്കുന്നത് ചൈനയാണെന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പോൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പേടകം സുരക്ഷിതമായി ഇറക്കാനുള്ള സോഫ്റ്റ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ അത് ഇന്ത്യ സ്വന്തമായി പരീക്ഷിച്ച് കണ്ടെത്തിയതാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അക്കാര്യത്തിലും സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറയുന്ന സ്വപ്നം മാത്രമാണ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ചൈനയുടെ ചാങ് ഇ 8 എന്ന് പറയുന്ന ദൗത്യം അത് പാകിസ്ഥാൻ മാത്രമല്ല, റഷ്യ, തുർക്കി, ഇറ്റലി ഉൾപ്പെടെയുള്ള 11 രാജ്യങ്ങളുടെ ശാസ്ത്രീയ ഉപകരണങ്ങളും പങ്കാളിത്തവും ഈ ദൗത്യത്തിനുണ്ട്. ഇതിൽ ഈ പറയുന്ന ദൗത്യത്തിൽ ടെറൈൻ ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതേപോലെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ മണ്ണിൻ്റെ ഘടന, കാഠിന്യം, രാസഗുണങ്ങൾ എന്നിവ വിശകലനം ചെയ്യാനുള്ള ഉപകരണങ്ങൾ അടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് പ്ലാസ്മ സെൻസറുകളാണ് ഉള്ളത്. ചന്ദ്രൻ്റെ നേർത്ത അന്തരീക്ഷത്തിലുള്ള പ്ലാസ്മയുടെ സാന്നിധ്യത്തെയും അതിൻ്റെ മാറ്റങ്ങളെയും കുറിച്ച് പഠിക്കാൻ. അടുത്തത് റേഡിയേഷൻ ഡിറ്റക്ടർ, അത് ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന ബഹിരാകാശ വികിരണങ്ങളുടെ അളവ് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇത് ഭാവിയിലെ മനുഷ്യ ദൗത്യങ്ങൾക്ക് സഹായകരമാകും. അടുത്തത് മാപ്പിംഗ് ക്യാമറകൾ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ പരുക്കൻ ഭൂപ്രകൃതിയുടെ കൃത്യമായ 3D മാപ്പുകൾ തയ്യാറാക്കാനുള്ള ക്യാമറകളാണ് ഈ ദൗത്യത്തിൽ. അങ്ങനെ ഈ 4 സംഗതികൾ കൂടി ഈ പേടകത്തിൽ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഘട്ടത്തിൽ
നമ്മുടെ ISROയേക്കാൾ ഒരുപടി മുൻപിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് പാകിസ്ഥാന്റെ ഈ സുപാർക്കോ എന്ന് പറയുന്നത്. കൃത്യം പറഞ്ഞാൽ ഇന്ത്യയെക്കാൾ മുമ്പ് 1961 നൊബൽ സമ്മാന ജേതാവായ പ്രൊഫസർ അബ്ദുസ്സലാമിന്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാൻ ബഹിരാകാശ ഏജൻസി രൂപീകരിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ഈ ഏജൻസിക്ക് നാസയുടെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഏഷ്യയിൽ ആദ്യമായി ഒരു സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അത് നടന്നത് 1962 ജൂൺ 7 പാകിസ്ഥാൻ അവരുടെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റായ റഹ്ബർ 1 അത് കറാച്ചിക്കടുത്തുള്ള സോൺമിയാനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിക്ഷേപിച്ചത്. അപ്പം നമ്മളെ സംബന്ധിച്ച് തുമ്പയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത്. അതൊരു ഇക്വറ്റേറിയൽ റോക്കറ്റ്, ഒരു സൗണ്ടിങ് റോക്കറ്റ് തന്നെ. അത് 1963 നവംബർ 21 ഏതാണ്ട് ഒരു വർഷത്തിന് ഇപ്പുറമാണ് നമുക്ക് ആ ഒരു നേട്ടം നേടാനായത്. അപ്പോൾ നമ്മളെക്കാൾ വളരെ മുമ്പിലായിരുന്നു പാകിസ്ഥാൻ. അപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ നാസ പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കൃത്യമായ കാരണവും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയം ശീതയുദ്ധകാലമായിരുന്നു. അപ്പോൾ ചൈനയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ പാകിസ്ഥാന്റെ ബഹിരാകാശ മേഖല അമേരിക്കയുടെ അണ്ടറിൽ വേണം എന്നവർ ചിന്തിച്ചു. അതിൻ്റെ കൂടി കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ അവരെല്ലാ പിന്തുണയും കൊടുത്തത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നാസ നമുക്ക് ISROയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ കാരണം നമ്മുടെ ഭൂമധ്യരേഖയുമായി അടുത്തുള്ള നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ ആ ഒരു സ്ഥാനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ നാസയ്ക്ക് താല്പര്യമുണ്ടായിരുന്നുകൊണ്ടാണ് അവർ നമ്മുടെ ബഹിരാകാശ പദ്ധതിയിൽ താല്പര്യപ്പെട്ടത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ പ്രൊഫസർ അബ്ദുസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള 9ഓളം യുവശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും നാസ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അവർക്ക് റോക്കറ്റ് വിക്ഷേപണം, ട്രാക്കിംഗ്, ഡാറ്റ ശേഖരണം എന്നിവയിൽ പരിശീലനം നൽകി. ഈ സംഘമാണ് പാകിസ്ഥാനിൽ വന്നിട്ട് നമ്മുടെ പാകിസ്ഥാൻ്റെ റോക്കറ്റ് വിക്ഷേപണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പോൾ പാകിസ്ഥാൻ 1961 സുപാർക്കോ രൂപീകരിച്ചതെങ്കിൽ ഒരു വർഷത്തിനിപ്പുറമാണ് നമുക്ക് ISRO, അത് വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ, അന്ന് ISRO അല്ല, അന്ന് ഇൻകോസ്പാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1969 അത് ISRO ആയിട്ട് അതിൻ്റെ രൂപവും പേരും ഒക്കെ മാറിയത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ സ്വന്തമായി റോക്കറ്റ് ലോഞ്ചറുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. പറയുകയാണെങ്കിൽ SLV, ASLV, PSLV, GSLV, LVM-3 തുടങ്ങിയ റോക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. നമുക്ക് ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് സ്വന്തമായി ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള റോക്കറ്റുകളോ ഇല്ല. ഇപ്പോൾ എന്തെങ്കിലും ഇത്തരം ദൗത്യം അവർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ചൈനയുടെ സഹായവും അവരുടെ ഒരു മാനസികാവസ്ഥയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇനി മറ്റൊരു സുപ്രധാന സംഗതി, ഇപ്പോൾ ഇന്ത്യയുടെ ISRO എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് അതിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ തലപ്പത്തുള്ളത് ശാസ്ത്രജ്ഞന്മാരാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇവരുടെ ഈ സുപാർക്കോ എന്ന് പറയുന്നത് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ കീഴിലാണ്. അത് അതിൻ്റെ ഭരണം പലപ്പോഴും സൈനിക ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ അവർ സൈന്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് വകമാറ്റുമ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് അവർക്ക് ഫണ്ട് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നേരത്തെ 2024 മെയ് മാസത്തിൽ ചൈനയുടെ ചാങ്-ഇ 6 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് iCube ഖമർ എന്ന പേരിൽ ഒരു ചെറിയ ഉപഗ്രഹം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ്റെ ചന്ദ്ര ദൗത്യത്തിൻ്റെ ആദ്യത്തെ ഒരു ചന്ദ്ര സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തുടർച്ചയായിട്ടാണിപ്പോൾ ജിന്ന 1 എത്തിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ചൈനയുടെ ആഗോള വികസന പദ്ധതി ഉണ്ടല്ലോ, ബെൽറ്റ് ആൻഡ് റോഡ്, അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ നടപ്പിലാക്കുക, പിന്നീട് അവരെ കടക്കണിയിലാക്കുക, ആ രാജ്യത്തെ വരുതിയിൽ നിർത്തുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു നയം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് സ്പേസ് സിൽക്ക് റോഡ്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ പോലെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങളെ തങ്ങളുടെ ആശ്രിതരായിട്ട് നിർത്തുക, അങ്ങനെ ചൈനയുടെ താല്പര്യങ്ങൾക്ക് അവരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ്റെ സുപാർക്കോ എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ കീഴിലാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ കാര്യമായ ധനവിനിയോഗമോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അവരുടെ വാർഷിക ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ISROയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ സുപാർക്കോയുടെ വാർഷിക ബജറ്റ് എന്ന് പറയുന്നത് വെറും 16 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ചൈനയുടെ ചാങ്-ഇ 8 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ജിന്ന എന്ന് പറയുന്ന ഒരു പേടകം അവർ എത്തിക്കണമല്ലോ. അപ്പോൾ ഇതിനു വേണ്ടി പോലും അവർ വകയിരുത്തിയേക്കുന്നത് വെറും 12 കോടി രൂപയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക.
ഈ 2026-27 സാമ്പത്തിക വർഷം നമ്മുടെ ISROയ്ക്ക് നമ്മുടെ രാജ്യം വകയിരുത്തിയത് ഏതാണ്ട് 13,705 കോടി രൂപയാണ്. ആ സ്ഥാനത്താണ് ഈ വെറും 12-15 കോടി വെച്ച് സുബാർക്കോ ഈ കളിക്ക് ഇറങ്ങിയേക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ബഹിരാകാശ രംഗത്ത് 10% വർദ്ധിപ്പിച്ച തുകയാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ISROയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 26 മുതൽ 29 ബില്യൺ ഡോളർ വരെ കടത്തിലാണ് നിലവിൽ പാകിസ്ഥാൻ. ചൈനയുമായിട്ട് അവർ ഇത്തരത്തിൽ ഉള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈന സഹായം ചെയ്യുമ്പോൾ അതെല്ലാം പാകിസ്ഥാൻ ഒരു വായ്പ എന്ന തരത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിലവിൽ ചൈന പാകിസ്ഥാന് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ കടം ഏകദേശം 29 ബില്യൺ ഡോളറാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ചൈന ഇങ്ങനൊരു ഔദാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ലേബലിൽ വിക്ഷേപിക്കപ്പെടുന്ന പല ഉപഗ്രഹങ്ങളും അത് ചിലപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി മേഖലകൾ നിരീക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ പേടകങ്ങളുടെ വിവരങ്ങൾ ചൈനയ്ക്കുമായിട്ട് പങ്കുവെക്കാൻ സാധിക്കും. അപ്പോൾ അതിലാണ് ഇവരുടെ പ്രധാന താല്പര്യം. കൂടാതെ അവരുടെ ഇത്തരത്തിൽ പണം ഒക്കെ വിനിയോഗിച്ചതിൻ്റെ പേരിൽ ചൈനയ്ക്ക് അവരുടെ ഇംഗിതങ്ങൾ സാധിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ ചില തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം ചൈന ഏറ്റെടുക്കൽ, പാകിസ്ഥാനിലെ ചില പ്രത്യേക ധാതുക്കൾ ഖനനം ചെയ്യൽ, അല്ലെങ്കിൽ ചില പ്രദേശങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിൽ വരിക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പാക് അധീന കാശ്മീരിലെ സക്സ്ഗം എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട്. അത് 63-ൽ പാകിസ്ഥാൻ ചൈനയ്ക്ക് വിട്ടുകൊടുത്ത ഒരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ചൈന അവരുടെ ഇംഗിതം സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെ ഇത്തരത്തിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാജേന പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഏതായാലും ജിന്ന-1 എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ നേരായ വഴിക്കുള്ള ശരിയായ ചുവടുവെപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അവർ ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് വളർന്നു വരുന്നത് അത് ഒരു ആരോഗ്യകരമായ മത്സരത്തിന് തുടക്കം കുറിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ആ രാജ്യത്തിൻ്റെ പ്രയോറിറ്റികൾ, അതായത് ഇന്ത്യക്കെതിരെയുള്ള നിഴൽ യുദ്ധം അല്ലെങ്കിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ, അമ്മാതിരി പരിപാടികളിൽ നിന്നും മാറി ഇങ്ങനെ നാട്ടുകാർക്കും നാടിനും ഗുണകരമായ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇത്തരം സാധ്യതകളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് ആ രാജ്യത്തിൻ്റെ പുരോഗതിക്കും നല്ലതാകും. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ മോശക്കാരായി നിൽക്കുന്ന ഒരു അയൽക്കാർ അവർ നല്ലവരായി മാറാനായിട്ടുള്ളൊരു സാധ്യതയും തെളിയും.